ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനായിട്ട് തീരെ സമയമില്ല. ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ ഞാൻ കുറേ കോമൻസ് കണ്ടു. മാം, എനിക്ക് സംസാരിക്കാൻ പഠിക്കാൻ തീരെ സമയമില്ല, ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി തിരിച്ചു വരുന്നത്, എൻ്റെ ഷിഫ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ള രീതിയിലുള്ള കുറേ കമൻസ് ഞാൻ കണ്ടു. ഞാൻ യൂഷ്വലി 2 മണിക്കൂറെങ്കിലും ഒരു ദിവസം മാറ്റി വെക്കണം ഇംഗ്ലീഷ് പഠിക്കാൻ എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കോമൻസ് കുറേ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്കൊരു കാര്യം പഠിക്കണം അല്ലെങ്കിൽ നമുക്കൊരു കഴിവുണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. ഇപ്പോൾ സമയം ഒരു 6 മണിയായി. ഞാനിപ്പോൾ അബ്ദുൽ കലാം മാർഗിലാണ്. ഇപ്പം ഇവിടെ കുറേ പേര്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലായാലും കാണാം, കുറേ പേര് നടക്കാൻ വരുന്നുണ്ട്. കുട്ടികൾ തൊട്ട് നല്ല പ്രായമുള്ളവർ അവർ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ട് അല്ലേ, സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റി വയ്ക്കണം. പിന്നെ തിരക്കുള്ള ടൈമിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും മാറ്റി വയ്ക്കാനുള്ള ടൈം ഒന്നും കാണില്ല ചിലർക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മളുടെ സറൗണ്ടിങ്ങിൽ നമ്മൾ കുറച്ചധികം ഇംഗ്ലീഷ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ കാണണം, ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീരെ സമയമില്ലാത്തവർക്ക് അതൊന്നും ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? അപ്പം നിങ്ങളുടെ ഡെയിലി ലൈഫിലോട്ട് നിങ്ങൾ ഇംഗ്ലീഷ് കൊണ്ടുവരണം. അതായത് ഇംഗ്ലീഷ് ബുക്സ് വായിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് കേൾക്കണം. അതായത് റേഡിയോ പോലെ തന്നെയാണ് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലിരുന്ന് ടൈപ്പ് ചെയ്താൽ മതി ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടാൽ മതി, ഒന്നും കാണണം എന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഓഡിയോ ബുക്സ് കേൾക്കാം. അതായത് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് ബുക്സ് വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഓഡിയോ ബുക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക്സ് ഞാൻ കുറച്ച് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് അതൊന്ന് കേട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്തൊന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സമയം എന്ത് ചെയ്യാണ്? ഇംഗ്ലീഷുമായിട്ട് സ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ഭാഷ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാവുകയാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുക. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇത് കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക, പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ മാക്സിമം ഇംഗ്ലീഷ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക. 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അത്ര റിസൾട്ട് കിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും, നിങ്ങൾ എല്ലാ ദിവസവും ഇത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ റിസൾട്ട് കിട്ടില്ല, ഇത് വെറുതെ ചെയ്യുന്നതാണോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. റിസൾട്ടൊക്കെ എന്തായാലും കിട്ടും, പക്ഷെ നിങ്ങൾ ഡെയിലി ചെയ്യണം. ഓക്കെ, ഒരു 1/2-3/4 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു ഐഡിയ കിട്ടും. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ വാക്കുകൾ നമ്മൾ പഠിക്കണം. അതായത് പുതിയ പുതിയ വാക്കുകൾ പഠിച്ചാൽ മാത്രമേ നമ്മളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിലെ നിലവാരത്തിൽ നിന്ന് നമുക്ക് ബെറ്റർ ആവാൻ കഴിയുള്ളൂ. ഇപ്പം നിങ്ങളൊരു ബേസിക് ലെവൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ, അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ കുറച്ചൊരു ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പുതിയ വാക്കുകൾ പഠിച്ച് നിങ്ങളുടെ ലാംഗ്വേജ് ബെറ്റർ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നുമില്ല, ദിവസം ഒരു വാക്ക് നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് ഒരിക്കലും ദിവസം 10 വാക്ക് പഠിക്കണം, 200 വാക്ക് പഠിക്കണം എന്നൊന്നും പറയില്ല. നിങ്ങൾ ഒരേ ഒരു വാക്ക് ദിവസം പഠിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു വാക്ക്. അത് നിങ്ങൾ ഈ പോഡ്കാസ്റ്റും ഓഡിയോ ബുക്കും ഒക്കെ കേൾക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറോ എന്തെങ്കിലും രാവിലെ സമയം കിട്ടുമ്പോൾ വായിക്കില്ലേ, അങ്ങനത്തെ കാര്യത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം. അതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു വാക്ക് നിങ്ങൾ പഠിക്കുക. ഈ ഒരു വാക്കിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ്ങും യൂസേജും മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനോടോ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ആരോട് സംസാരിക്കുമ്പോഴും ഈ വാക്കൊന്ന് ഇടയിൽ ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ദിവസം ഒരു വാക്ക് പഠിക്കാൻ പറ്റും. ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ ഒരു ദിവസം ഒരു വാക്ക് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ ദിവസം ഒരു വാക്ക് കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 365 വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പോലും നമ്മൾ 200 വാക്ക് ഒരു വർഷം പഠിക്കില്ലേ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഒത്തിരി സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദിവസം ഒരു വാക്ക് പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് ടിപ്പ്.
ഇനി മൂന്നാമത്തെ ടിപ്പാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടി പറയാം. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര സമയമില്ലെങ്കിലും ഒരു 10 മിനിറ്റ് എന്തായാലും ദിവസം മാറ്റി വയ്ക്കാനുണ്ടാവില്ലേ? ഒരു 10 മിനിറ്റ്, ഈ 10 മിനിറ്റ് നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാം. അതിപ്പം ഏതെങ്കിലും ഒരാളുടെ അടുത്ത് സംസാരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്നതും നമ്മൾ സ്വന്തമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ അടിപൊളി കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മിസ്റ്റേക്സ് വരുത്തുകയാണെങ്കിൽ അത് ആര് തിരുത്തി തരും? നമ്മൾ മിസ്റ്റേക്സ് തിരുത്തിയില്ലെങ്കിൽ തെറ്റല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇംഗ്ലീഷ് ബെറ്റർ ആവുമോ? ഒരിക്കലും ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെക്കാട്ടും കുറച്ചുകൂടി നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ അടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അവരോട് പറയുക, എൻ്റെ മിസ്റ്റേക്സ് ഒന്ന് തിരുത്തി തരാമോ എന്നുള്ളത്. അതിപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ആളാകാം, ആരുമാകാം. നിങ്ങളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയണം എന്നുള്ള ഒരു ട്രെയിനർ ആകാം. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദിവസം ഒരു വാക്കെങ്കിലും നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. ഈ വാക്ക് നിങ്ങൾക്ക് ആ ആളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇന്നൊരു വാക്ക് പഠിച്ചു, ഫ്ലാബർഗാസ്റ്റഡ് എന്നാണ് ആ വാക്ക്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും സർപ്രൈസ്ഡ് ആയി എന്നുള്ള രീതിയിലുള്ള അർത്ഥമാണ് വരുന്നത്. അങ്ങനെ നിങ്ങൾ ആ വാക്ക് അവരുമായിട്ട് ഷെയർ ചെയ്ത് അവർക്കത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഈ വാക്ക് ഒരിക്കലും പോവില്ല. നമ്മളൊരു കാര്യം പഠിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസും ചെയ്യാം. പിന്നെ ഒരു ട്രെയിനർ ആണെങ്കിൽ കുഴപ്പമില്ല, നിർബന്ധമായിട്ട് നിങ്ങളൊരു മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അവർ തിരുത്തി പറഞ്ഞു തരും, ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്ക് ആ ഒരു മടി കാണും എങ്ങനെയാണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ അവരോട് നിങ്ങൾ പറയാം, എന്തായാലും കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് വരുത്തുകയാണെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് വേണം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ 15 മിനിറ്റ് മാത്രം ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ എന്തായാലും എഫേർട്ട് ഇട്ട് കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അത് നിങ്ങൾക്കൊരു ഡെയിലി 10 മിനിറ്റ്സ്, ഡെയിലി ഒരു 10 മിനിറ്റ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഒന്നിനല്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ധൈര്യമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. കണ്ണാടിയിലൊക്കെ അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ മുഖം തന്നെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇച്ചിരി പരിചയമുള്ളൊരു മുഖം ആണല്ലോ. അപ്പം നമുക്ക് ആ ഒരു പേടി കുറവായതുകൊണ്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ ആ കോൺഫിഡൻസ് ബൂസ്റ്റിന് നല്ലതാണ് ഒരു 10 അല്ലെങ്കിൽ 5 മിനിറ്റ് ഡെയിലി കണ്ണാടി നോക്കി കൂടി സംസാരിക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ടെങ്കിൽ മാത്രം ഒരു ഡയറി എഴുതാം. അതായത് ദിവസവും നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടൈം ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ചെയ്യുക. ഡയറി എടുത്തിട്ട് ഒന്നുമില്ല, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എഴുതുക. നിങ്ങളൊരു കാര്യം ഒന്ന് കണ്ടു, അതിനെ പറ്റിയിട്ട് എഴുതുക. ഒരു 5-6 സെൻറ്റൻസസ് എഴുതിയാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. അപ്പോൾ അതിന് വളരെ കുറച്ച് സമയം പോരെ, ഒരു 5-10 മിനിറ്റ് മാത്രം അതിന് മാറ്റി വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് അത്ര പോലും സമയമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കി 4 കാര്യങ്ങളും നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്ന്, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴായാലും അതിൻ്റെ ഇടയിലൊക്കെ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓഡിയോ ബുക്സ് കേൾക്കുക. 2, സംസാരിക്കുക. ആരോടെങ്കിലും ഒരാളുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. വെറും ഒരു 10-15 മിനിറ്റ് മാത്രം നിങ്ങളത് ചെയ്താൽ മതി. നിങ്ങളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളായിരിക്കണം. 3, ദിവസവും ഒരു പുതിയ വാക്കെങ്കിലും നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഒരു പുതിയ വാക്ക് പഠിച്ചാൽ മതി, കൂടുതലൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇനി 4ാമത്തെ ടിപ്പ് എന്താണ്? കണ്ണാടിയിൽ നോക്കി ഒരു 5-10 മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിക്കുക ടൈം ഉള്ളപ്പോൾ. 5ാമത്തെ ടിപ്പ് ഓപ്ഷനിലാണ്, സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഡയറി എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഷെയർ ചെയ്ത ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് കോമെൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ യൂസ്ഫുൾ ആണ് എന്നുള്ളത് കോമെൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടും ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. English Mitra. Stop worrying, start learning.